ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിൽ ഹസാർഡ് സെറ്റ് ചെയ്യുക, അഥവാ ഫോർത്ത് ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്കൊരു 10-ൻ്റെ സ്പാനർ വേണം, പിന്നെ ആണെങ്കിൽ ഇതുപോലത്തെ ഹാൻഡിൽ പിടിപ്പിക്കുന്നതിനൊരു സ്വിച്ചും ആവശ്യമാണ്. അപ്പോൾ ഫസ്റ്റ് ആണെങ്കിൽ അതിനായിട്ടാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഹെഡ് ഒന്ന് അഴിച്ചെടുക്കണം. അപ്പോൾ ആണെങ്കിൽ രണ്ട് സൈഡിലും 10-ൻ്റെ ഓരോ ബോൾട്ട് വെച്ച് ഒരുമിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ട് ഫസ്റ്റ് ഒന്ന് അഴിച്ചെടുക്കണം. അപ്പോൾ ഹെഡ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്താണ് ഇനി ഫിറ്റ് ചെയ്യേണ്ടത് ബാക്കി കാര്യങ്ങൾ. റൈറ്റ് സൈഡിൽ നെട്ട് നമ്മൾ ഊരി, ഇനി അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും അത് നെറ്റ് വരുന്നുണ്ട്, അത് നമ്മൾ ഊരണം. അപ്പോൾ നമ്മൾ ഞെട്ട കാര്യങ്ങളൊക്കെ അഴിച്ചു എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹെഡ് പയ്യെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വിച്ച് സെറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഫസ്റ്റ് കാണിച്ച പോലെ ഒരു സ്വിച്ചാണ് ഇങ്ങനെ ഹാൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ വയർ കണക്ഷൻ ഇതിൻ്റെ അടിയിൽ കൂടെ എടുക്കുക. അപ്പോൾ ഇതിന് 2 വയറായിരിക്കും വരുന്നത്, 2 ടെർമിനലാണ് വരുന്നത്. അപ്പോൾ സ്വിച്ച് കണക്ട് ചെയ്ത് നമുക്ക് 2 വയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അറ്റം ഒന്ന് നന്നായിട്ട് കമ്പിയാക്കി എടുക്കുക, എന്നാലേ ഇതിൻ്റെ അകത്തേക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആണെങ്കിൽ നമ്മൾ ഈ പച്ച ഗ്രീനിലൊന്നും ചെയ്യേണ്ട, നമ്മൾ ചെയ്യാൻ പോകുന്ന ബ്ലൂവിലും ഓറഞ്ചിലുമാണ്. അപ്പോൾ അത് രണ്ടും ഒന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി. ഇതിൻ്റെ ഒരു ഇത് കൂട്ട് ബ്ലൂവിലേക്ക് കൊടുക്കുക, ഒരു ഇത് കൂട്ട് ഓറഞ്ചിലേക്ക് കൊടുക്കുക, അത്ര മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. അപ്പം ഇതായിരിക്കും ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ കാര്യങ്ങളും. അത് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ വയർ നല്ല നീട്ടത്തിൽ കാണാം, അതൊന്ന് നോക്കിയാൽ മതി. അപ്പാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇൻഡിക്കേറ്ററിലേക്ക് കൊടുത്തേക്കുന്ന വയർ ഏതൊക്കെയാണ്. അപ്പാണ് ഇത് കണക്ഷൻ വന്നേക്കുന്നത് 3 വയറാണ് വന്നേക്കുന്നത്, ഒരു ബ്ലൂ, ഒരു ഓറഞ്ച്, ഒരു ഗ്രീന്. അപ്പാണെങ്കിൽ ഇൻഡിക്കേറ്ററിൻ്റെ സൈഡിൽ 4 വയർ വരുന്നുണ്ട്. അപ്പാണെങ്കിൽ 2 ഇൻഡിക്കേറ്ററിലും ഒരു ഗ്രീൻ വയർ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതാണെങ്കിൽ ഈ ഗ്രീനിൽ തന്നെ കൊടുക്കുക, അതാണ് നെഗറ്റീവ്. ഇനി പോസിറ്റീവ് 2 വയർ കാണും, ഒരു ബ്ലൂവും ഒരു ഓറഞ്ചും. അപ്പോൾ അതിലാണ് നമ്മൾ കണക്ഷൻ ചെയ്യേണ്ടത്. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. അപ്പോൾ ആണെങ്കിൽ ഇൻഡിക്കേറ്റർ ഒന്ന് ചെക്ക് ചെയ്യുക, ലെഫ്റ്റ് റൈറ്റ് ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഫോർത്ത് ഇൻഡിക്കേറ്റർ ടെസ്റ്റ് ചെയ്തിട്ട് സംഭവം റീസെറ്റ് ചെയ്യുക. പിന്നെ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടതെന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് സംഭവം സിമ്പിളാണ്. നമ്മൾ ഫസ്റ്റ് ഇഗ്നീഷൻ ഓൺ ചെയ്യുക, അതിനുശേഷം ഏതെങ്കിലും സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുക. അപ്പോൾ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കത്തുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഈ ഹാൻഡിൽ പിടിപ്പിച്ചിരുന്ന സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യുക. അപ്പം 2 സൈഡിൽ ഇൻഡിക്കേറ്റർ കത്തും. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. ഇനി ഓഫാക്കണമെങ്കിൽ ഇത് ഓഫാക്കുക, അതിനുശേഷം ഈ സൈഡിലേക്ക് ഇടുമ്പോഴും ആ സൈഡിൽ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യും. അപ്പോൾ സംഭവം സിമ്പിളാണ്, ആർക്കും വേണമെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാനുള്ളേ ഉള്ളൂ. ജസ്റ്റ് ഒരു 10 മിനിറ്റ് കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ സംഭവമൊക്കെ റീസെറ്റ് ചെയ്തിട്ടുണ്ട്, ഹെഡൊക്കെ കയറ്റി. അപ്പോൾ സംഭവം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നൈറ്റിലൊരു വിഷ്വലാണ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം സംഭവം സിമ്പിളാണ്, 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് 5 മിനിറ്റ് 10 മിനിറ്റ് മതി. ഇത് അഴിക്കുന്ന ഒരു ചെറിയ താമസം മാത്രം. നമ്മൾ ഹാൻഡിലൊരു സാധാരണ സ്വിച്ച് പിടിപ്പിക്കുക, അതിന് 2 വയറുണ്ടായിരിക്കും. ഇൻഡിക്കേറ്ററിൻ്റെ നെഗറ്റീവ് തന്നെ കൊടുക്കുക, അതൊന്നും ചെയ്യേണ്ട. നമ്മൾ പോസിറ്റീവിൽ 2 കണക്ഷൻ വരും, അതിൻ്റെ ഓരോ കണക്ഷനിലും സ്വിച്ചിൻ്റെ ഓരോ വയർ കൊടുക്കുക, എന്നിട്ട് അത് ഓണാക്കുക. അത്രേ ഉള്ളൂ. സംഭവം സിമ്പിളാണ്, ആർക്കും എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ സ്പെൻഡർ റിലേറ്റഡ് വീഡിയോസ് കാണാൻ വേണ്ടി ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.